ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിജിത്ത് ടാക് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്മാരെ, കേരളത്തിലെ ജനപ്രിയ നായകനായ നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് മെയ് 9-ാം തീയതി തിയേറ്ററിലേക്ക് എത്തിയ മൂവിയാണ് ഗൈസ് പ്രിൻസ് ആൻഡ് ഫാമിലി. അവ ഗൈസ് മൂവി കണ്ടു, അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നേരെ വീഡിയോ കിടക്കുന്നല്ലോ. പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ ഗൈസ് പ്രിൻസ് ആൻഡ് ഫാമിലി പറഞ്ഞാൽ പ്രിൻസിൻ്റെ ഫാമിലിയാണ് നമ്മൾ കണ്ടത്. പ്രിൻസിൻ്റെ ഫാമിലി കാണാൻ പോയി. പ്രിൻസിൻ്റെ ഫാമിലി ഇഷ്ടപ്പെട്ടു, പ്രിൻസിനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഞാൻ. സിനിമ തുടങ്ങയിൽ ഞാനിപ്പോൾ തുടക്കം റിവ്യൂ പറയുന്നില്ല, എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ കഥയൊന്നും പറയുന്നില്ല, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു ഇതിൽ ഷെയർ ചെയ്യുന്നത്, എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ദിലീപേട്ടൻ ഇല്ലെങ്കിൽ കേരളത്തിലെ ജനപ്രിയ നായകൻ എന്ന നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ തുടരും ഗൈസ്. അതുകൊണ്ട് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ 100% ഉറപ്പ്. കാരണം പറഞ്ഞാൽ ആ മൂവിയിൽ, ഈ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന മൂവിയിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പിന്നത് അദ്ദേഹത്തിൻ്റെ 150-ാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അതൊരു ഫാമിലി മൂവി തന്നെ. ശരിക്കും എന്താ പറയുക ഗൈസ്, ഇതിൽ കാര്യസ്ഥനായിരുന്നു. 100-ാമത്തെ സിനിമയാണ് പറഞ്ഞിട്ട് എത്തിയത്. അതിലും ഒരു ഹൈലൈറ്റ് ആയിരുന്നു നമ്മുടെ സിദ്ദിഖ, ദിലീപേട്ടൻ്റെ അച്ഛനായിട്ട് കാര്യസ്ഥനാണ്. ഇതേപോലെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലും ദിലീപേട്ടൻ്റെ അച്ഛനായിട്ട് സിദ്ദിഖാണ്. കംപ്ലീറ്റ് തുടക്കം തൊട്ട് അവസാനം വരും ദിലീപേട്ടൻ തന്നെയാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ വന്നാലും സ്കോർ ചെയ്യുന്നത് ദിലീപേട്ടൻ തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇതിൽ സിനിമ എന്താണ് പറഞ്ഞാൽ ഗൈസ് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, സിനിമ ശരിക്കും ഞാൻ റിയലി എൻജോയ് ചെയ്യും. ഞാൻ പാലക്കാട് ആരോമയിൽ തിയേറ്ററിലാണ് പോയി കണ്ടത്. വളരെ ശരിക്കും യാഥാർത്ഥ്യമാണ് ഞാൻ കണ്ടത്. മീൻസ് അവിടെ പോയി കണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ വലിയ പ്രായമായിട്ടുള്ളവർ, അപ്പൂപ്പന്മാരും അച്ഛന്മാരും അല്ലെ മുത്തശ്ശിമാരും എല്ലാവരും വന്നിട്ടുണ്ട് സിനിമ കാണാനായിട്ട്. അതും ഫസ്റ്റ് ഡേ കാണാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ജനപ്രിയ നായകൻ നിന്ന് ഓഡിയൻസ് ഇത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ മൂവിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അതാണ്, എന്നാലും എല്ലാ ടൈപ്പ് ഓഡിയൻസും എല്ലാവർക്കും ഇല്ലല്ലോ, പക്ഷേ ഈ ഒരു മനുഷ്യന് ഈ ഓഡിയൻസാണ് ഉള്ളത്. പിന്നെ സിനിമ ഞാൻ വളരെ എൻജോയ് അവരിൻ്റെ ഒപ്പമാണ് കണ്ടത്. ശരിക്കും കുട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുട്ടികൾ ഗാനങ്ങളായിട്ട് ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോങ് ഒക്കെ വരുമ്പോൾ അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സോങ് ചിരിക്കുന്ന ടൈമിൽ എന്താ പറയുക കോമഡി കാര്യങ്ങൾ സീൻസൊക്കെ കാണുമ്പോൾ അവരും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുൾ ക്രൗഡ് മൊത്തം ചിരിയോടെ ബഹളം തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് തൊട്ട് ഇൻ്റർവെല്ലിലേക്ക് കിടക്കുമ്പോൾ ഇൻ്റർവെല്ലിൽ ഒരു ഐറ്റം തന്നെ വരുന്നുണ്ട്. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോലും ഇല്ലാത്തൊരു ഐറ്റം തന്നെയാണ്. സ്ക്രീൻ പ്ലേ ഭയങ്കര അടിപൊളി അടിപൊളി സാധനം തന്നെയായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ്, കോമഡിയിലൂടെയാണ്, നല്ല ഹ്യൂമറും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് ഇമോഷണൽ സീൻസും കൊണ്ട് അങ്ങനെ ഫാമിലി എന്താ പറയുക പ്രിൻസിൻ്റെ ഫാമിലി ആയിട്ട് തുടക്കം കുറിച്ച് നേരെ അവസാനം ഒരു കല്യാണം സെഗ്മെൻറ്റിലാണ് ഇൻ്റർവെല്ലിലേക്ക് കിടക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിലേക്ക് കിടക്കുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല ഒരു സീനാണ്. അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആക്ടറാണ് തോന്നുന്നുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോലും ഇല്ലാത്തൊരു സീന് വന്നാൽ ശരിക്കും ഞെട്ടിപ്പോയ അവസ്ഥയായിരുന്നു. ദൈവമേ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഇതിൽ ശരിക്കും അവിടെ തിയേറ്റർ ബഹളം തന്നെയായിരുന്നു. കുറച്ച് കുട്ടികൾ ഡാൻസ് കളിക്കുക, കയ്യടി, ചെറിയ പ്രായമായിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ആ സ്ക്രീനിങ് കണ്ടപ്പോൾ തന്നെ അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കും, കയ്യടി വരിക, അതെല്ലാം മൊത്തം തിയേറ്ററിൽ ശരിക്കും ബഹളം തന്നെയായിരുന്നു. അത് അങ്ങനെ തിയേറ്റർ അങ്ങനെ ഇളക്കി മറിച്ച് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയി. ശരിക്കും വളരെ എൻജോയ് ചെയ്തു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കിടക്കുമ്പോൾ ശരിക്കും നമ്മളെ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ശരിക്കും ഇമോഷണൽ ഫിലിം എന്താണെന്ന് ശരിക്കും മനസ്സിലാകുന്നത്. ചെറിയ ന്യൂസ് മതി സ്പ്രെഡാകാൻ, ഒരു അരമണിക്കൂർ സെക്കൻഡ് മതി. ഇപ്പോൾ ഒരു ന്യൂസ് കണ്ടു, ഒരു 5-6 മിനിറ്റിനുള്ളിൽ അത് സ്പ്രെഡായി സോഷ്യൽ മീഡിയ എത്തി, പിന്നെ അത് വൈറലായി കഴിഞ്ഞു. അതാണ്. അപ്പോൾ ഓരോ മിനിറ്റിനകമാണ് ഓരോ വാർത്തയും വൈറലാകുന്നത്. അപ്പോൾ അതിനുണ്ടാകുന്ന ഇൻസിഡൻസിനെയും അതിനുണ്ടാകുന്ന ഇമോഷൻസിനെയും അതിൽ വന്നുപെടുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കൂടുതൽ ഹാൻഡിൽ ചെയ്താൽ അല്ലെങ്കിൽ അതിനെ തന്നെ അഡിക്റ്റ് ചെയ്ത് പോയാൽ എങ്ങനെ എന്താ പറയുക അതിൽ പെട്ടുപോയെന്ന അവസ്ഥയിൽ സോഷ്യൽ മീഡിയ തന്നെയാണ് എനിക്ക് ഫേമസ് ആണ് തോന്നും. ഫേമസ് ആണെന്ന് പറഞ്ഞാൽ ആ രീതിയിലൊക്കെ ആയിട്ട് പോയിട്ട് ഉണ്ടാകുന്ന ഇൻസിഡൻസിന് കുറച്ച് സീൻസും കാര്യങ്ങളും ആയിട്ടും അതിൽ നല്ലൊരു മെസ്സേജ് തന്നെയാണ് സിനിമ. നിങ്ങൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ശരിക്കും ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സെക്കൻഡ് ഹാഫ്. ഞാൻ ശരിക്കും ഏട്ടയിൽ ശരിക്കും കരഞ്ഞു പോയിരുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഒരു മെസ്സേജ് അതിലൂടെ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ ശരിക്കും
നമ്മളിലൂടെ തന്നെ ആ ഒരു പ്രിൻസ് കരയുന്ന പോലെയാണ്. മീൻസ് പ്രിൻസ് കരയുമ്പോൾ നമ്മൾ ശരിക്കും കരയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും കണ്ണുകൂടെ വെള്ളം വന്നു, സത്യം പറഞ്ഞാൽ കണ്ണുകൂടെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരിക്കും ഫസ്റ്റ് ഹാഫ് ശരിക്കും എനിക്ക് എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് ശരിക്കും റിയലി എൻജോയ്, ഡാൻസും കളിച്ചും വൈബാക്കി ഇരുന്ന് എൻജോയ് ചെയ്തൊരു കോമഡി സീൻസൊക്കെ ആയിട്ട് സെറ്റായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, ഇമോഷണലായിട്ട് കുറച്ച് സീൻസ് ശരിക്കും നമ്മളെ കരയിപ്പിച്ച പോലെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവസാനം കൊണ്ട് അത് സെറ്റാക്കി ട്വിസ്റ്റിലേക്ക് മാറി സെറ്റായി. അപ്പോൾ ഗൈസ് സത്യം പറഞ്ഞാൽ ഇത്രത്തോളം ഉള്ളൂ. ഞാൻ പിന്നെ കഥയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റർ. നിങ്ങൾ കൊച്ചു കുട്ടികൾ മുതൽ ചെറിയ എന്താണ് പറയുക, കൊച്ചു കുട്ടികളും അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ ഫാമിലി എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരെല്ലാവരും കൂട്ടിയിട്ട് തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പറഞ്ഞാൽ ഇത് മസ്റ്റ് വാച്ച് ഓൺ ഫാമിലി ഓഡിയൻസ് മാത്രം ഞാൻ പറയുന്നില്ല. എല്ലാ ടൈപ്പ് യൂത്തിനൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തവർക്കോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാൾ തന്നെ ആ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയ മൂവി തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ റിയലി എൻജോയ്. ഞാൻ മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റർ എക്സ്പീരിയൻസ്. ഭയങ്കര വൈബായിരുന്നു. നിങ്ങൾക്ക് ഫസ്റ്റ് തിരിച്ച് എന്താ പറയുക ആരാടാൻ പറ്റും. ഒരു മെസ്സേജ് ഈ സിനിമയിലൂടെ തരാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. അത് വളരെ നന്നായിട്ട് നമുക്ക് ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ കാണേണ്ട ഒരു കാര്യങ്ങളൊക്കെയാണ് അതിലൊരു മെസ്സേജായിട്ട് തന്നിരിക്കുന്നത്. അത് നന്നായിട്ട് സിനിമയിലൂടെ കാണിച്ചു പോകുന്നത് അത് നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള കോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും, ജോണി ചേട്ടനായാലും മഞ്ജു ചേച്ചി ആയാലും, അതുപോലെ ഇതിൽ നായിക എന്നല്ല, ഇതിൽ ഒരു ഉണ്ട്, അത് സിനിമ കാണുമ്പോൾ അറിയും. ജാനി അതുപോലെ തന്നെ സിദ്ദിഖ ചില സീൻസൊക്കെ അയ്യോ ഒന്നും പറയാൻ ചിരിയുടെ ബഹളം തന്നെയായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ അതുപോലെ നമ്മുടെ ദിലീപേട്ടൻ അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, രണ്ടുപേരുണ്ടായിരുന്നു. അവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഫ്രെയിംസ്, ചെറിയ ഫ്രെയിംസ് എന്നല്ല, എടുത്തിട്ടുള്ള കുറച്ച് സീൻസിലും ചെറിയ 3-4 ഫ്രെയിംസൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സോങ്സ് അടിപൊളിയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ മൂവീസിൽ ഇപ്പോൾ പഴയത് നോക്കണം പറഞ്ഞാൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് മൂവീസിൽ ഏറ്റവും കൂടുതൽ സോങ് ആയിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. കഥ അങ്ങനെയൊന്നല്ല, ഏറ്റവും കൂടുതൽ സോങ് ഹിറ്റായിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു സോങ്ങും നല്ലൊരു ഹിൻബാറ്റ് തരുന്നുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ജനപ്രിയ നായകൻ തുടരും ഗൈസ്. തുടരും. ഇനി വരാൻ പോകുന്നത് ഈ ഐറ്റം തന്നെയാണ്. താരം വരുന്നുണ്ട്. ഇനി അടുത്തത് വരാനുള്ളത് ഇനി ബബ്ബയാണ്. അത് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇപ്പോൾ ഡബിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജനപ്രിയ നായകൻ തുടരും എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഫാമിലിയായിട്ട് പോയി കാണുക. റിയലി എൻജോയ് ചെയ്യുക വരിക ഗൈസ്. അപ്പോൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫാമിലിനെ പറഞ്ഞ കാര്യങ്ങൾ അവർ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫാമിലിയും പോയി തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ടുള്ള അഭിപ്രായം നിങ്ങളെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെ നല്ലൊരു പുതിയ റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അഭിജിത്ത് സാൻ ഔട്ട്.